നോക്കൂ, 2018 പ്രളയകാലത്ത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അസുഖബാധിതനായിരുന്നു കേട്ടോ. അദ്ദേഹം വിദേശത്തേക്ക് ചികിത്സയ്ക്കായി പോകാനിരിക്കുകയായിരുന്നു. പക്ഷേ പ്രളയം വന്നപ്പോൾ ചികിത്സയെല്ലാം പിണറായി മാറ്റിവെച്ചു. അന്ന് നേരിട്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. മുഖ്യമന്ത്രി തന്റെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കിയോ? ഇല്ലെന്നേ. നിശ്ചയിക്കപ്പെട്ട എല്ലാ പരിപാടികളിലും അച്ചടക്കത്തോടെ തന്നെ പങ്കെടുത്തു. അപ്പോൾ തെക്കൻ കേരളത്തിൽ ദുരിതപ്പെയ്ത്തായിരുന്നു കേട്ടോ. ആയിരങ്ങൾ അനാഥരാവുകയായിരുന്നു. സാധാരണഗതിയിൽ പരിപാടികൾ റദ്ദാക്കി ഉടൻ തലസ്ഥാനത്തേക്ക് തിരികെ എത്തുക എന്നതാണ് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നത് മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചതാണോ തെറ്റ് എന്നാണ് ഇന്ന് വി ഡി സതീശൻ ചോദിച്ചത്. മുഖ്യമന്ത്രി ഒരു മനുഷ്യനല്ലേ? മഴ പെയ്താൽ മുഖ്യമന്ത്രി പട്ടിണി കിടക്കണോ? ശരിയാണെന്നേ, മുഖ്യമന്ത്രി മനുഷ്യനാണ്. പക്ഷേ ദുരിതത്തിൽ കഴിയുന്ന മനുഷ്യരായിരിക്കണം ഒരു മുഖ്യമന്ത്രിയുടെ പ്രയോറിറ്റി. അതുകൊണ്ട് ദുരിത സ്ഥലത്തേക്ക് എത്തുക എന്നത് തന്നെയാണ് പ്രധാനം. പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നത് തന്നെയാണ് പ്രധാനം. ദുരിത സ്ഥലത്തേക്ക് വരണോ എന്ന് ഉദ്യോഗസ്ഥരോട് വിളിച്ചു ചോദിച്ചത്രേ. വരണ്ട എന്ന് അവർ മറുപടി പറഞ്ഞത്രേ. അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വന്നില്ലത്രേ. എങ്ങനെയുണ്ട് നോക്കൂ, 2018-ലും 2019-ലും പ്രളയമുണ്ടായപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനായിരുന്നു. പിന്നീട് കോവിഡ് വന്നപ്പോഴും മുന്നിൽ നിന്നത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു. അതുകൊണ്ടാണെന്നേ 2021-ൽ CPM-നും LDF-നും തുടർ ഭരണമുണ്ടായത്. അന്ന് പ്രതിപക്ഷത്തിന് സർക്കാരിനെതിരെ ഒന്നും നാവുയർത്താൻ പോലും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആ പാഠം നമുക്ക് മുന്നിലുണ്ട്. അപ്പോഴാണ് മിന്നൽ പ്രളയം സംഭവിക്കുമ്പോൾ വി ഡി സതീശൻ മലബാറിലെ പരിപാടികളിൽ വ്യാമുക്തനായത്. അതുകൊണ്ടാണ് ഒരു ഭക്ഷണം വിവാദമാകുന്നത്. ഒരു ദുരന്ത സാഹചര്യത്തിലാണെന്നേ ആ റീലുകൾ പുറത്തേക്ക് വന്നത്. ഭക്ഷണമല്ല, മറിച്ച് ആ സാഹചര്യമാണ് പ്രശ്നം. അതാണ് യഥാർത്ഥ വിവാദം. അത് പോകട്ടെ, ആ ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചു. അതാണ് പ്രശ്നം. മുമ്പ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിനെ ശക്തമായി വിമർശിച്ച ആളാണ് കേട്ടോ വി ഡി സതീശൻ. ഇതിപ്പോൾ വി ഡി സതീശൻ പോയത് ഭാര്യാപിതാവിനെ കാണാനാണെന്നേ. നോക്കൂ, പ്രളയം സംഭവിച്ച് 2 ദിവസങ്ങൾ കഴിഞ്ഞാണ് മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ സർക്കാർ തങ്ങൾക്കൊപ്പമുണ്ട് എന്ന തോന്നലാണ് ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസമാവുക. അവിടെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കേട്ടോ. നിർണായകമായ 48 മണിക്കൂർ സതീശൻ പുലർത്തിയ നിശബ്ദതയുണ്ടല്ലോ, അത് തീർച്ചയായും ദുരൂഹമാണ്. എല്ലാ വിവാദ സമയത്തും അദ്ദേഹം സ്ഥിരമായി പറയുന്നത് ഇതൊക്കെ ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണല്ലോ. ഏതായാലും പ്രളയകാലം അങ്ങനെ ആസ്വദിക്കാൻ കഴിയാത്തൊരു കാലമാണ്.